ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ ലോങ് ഹെയറിലേക്ക് കത്തി വയ്ക്കുന്നത് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. എനിക്കൊത്തിരി വിഷമമുണ്ട്. എന്നാലും കല്യാണവും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ വർക്കിൻ്റെ ഇടയിലുമൊക്കെ എനിക്ക് എൻ്റെ ഹെയർ അങ്ങോട്ട് നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് എൻ്റെ ഒരു ഫോൾട്ടാണ് ശരിക്കും ഞാൻ ശ്രദ്ധിക്കാത്തത്. പിന്നെ നമ്മൾ വിചാരിക്കുമല്ലോ നമ്മളത് ഹെയർ അല്ലേ കുഴപ്പമില്ല പിന്നെ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് അങ്ങനെ വിട്ടുപോയിട്ട് പിന്നെ അതുപോലെ കല്യാണത്തിനനുബന്ധിച്ച് നിരന്തരം ഇങ്ങനെ മെഷീൻസും ഒക്കെ ഹെയറിൽ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതുകൊണ്ടും ഒരു പ്രോപ്പറായിട്ട് ഹെയറിനൊരു റെസ്റ്റ് കിട്ടാത്തൊക്കെയാണ് ഒരു കാരണം. അപ്പോൾ ഹെയർ ഫോളിങ് നന്നായിട്ടുണ്ടായിരുന്നു, പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു മുടി. അപ്പോൾ വീട്ടിൽ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്ത ഓയിൽസൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം കിട്ടാതായപ്പോൾ ഓയിലിടാനൊന്നും പറ്റാണ്ടായി. മുടി നന്നായിട്ട് പൊഴിയുന്നുണ്ട്, മുടി നന്നായിട്ട് പൊട്ടിപ്പോകുന്നുണ്ട്. മുടി വെട്ടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് മാത്രമല്ല കണ്ണനോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് നീ ഇത്തിരി വേണമെങ്കിൽ വെട്ടിക്കോന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്തിരി വെട്ടിയിട്ട് കാര്യമില്ല, കാരണം നമുക്ക് ഡാമേജ് ആയ ഹെയർ കംപ്ലീറ്റ് കഴിഞ്ഞാൽ മാത്രമേ നല്ല പുതിയ ഹെയർ നന്നായിട്ട് വളർന്നു വരുള്ളൂ. അപ്പോൾ ഡാമേജ് ഹെയർ നമ്മൾ എത്ര ലോങ് ഹെയർ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ട് നടന്നിട്ടും കാര്യമില്ല. അത് നമ്മൾ വെട്ടിക്കളഞ്ഞാൽ മാത്രമേ ആ ഹെയർ ഗ്രോത്തിന് സഹായിക്കുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര വെട്ടണം, നല്ല ഒത്തിരി വിഷമമുണ്ട്, എന്നാലും ഇനിയും മുടി വളർന്നു വരുമല്ലോ എന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ വെട്ടുന്നത്. നിങ്ങൾ അഭിപ്രായം പറയണം ഞാൻ വെട്ടിയതിനെ പറ്റിയൊക്കെ. എനിക്കും എല്ലാവരെയും പോലെ ലോങ് ഹെയർ തന്നെയാണ് താല്പര്യം. പക്ഷേ ഹെയർ ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് വിഗ്ഗാണോ എക്സ്റ്റൻഷൻ ചെയ്തതാണോ ഇങ്ങനെയാണെന്നൊക്കെ ഒത്തിരി ആളുകൾ ചോദിച്ചിട്ടുണ്ട്. കാരണം ഇത്രയും ഒരു ലോങ് ഹെയർ അത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല. ഒരുപാട് കെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം കുറേ നാളുകളായിട്ട് എനിക്ക് അങ്ങോട്ട് അത്ര എൻ്റെ തലമുടി കെയർ ചെയ്യാൻ പറ്റാറില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ സമയം കണ്ടെത്താത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മുടി വെട്ടി.